പാലപ്പിള്ളി മേഖലയിലെ കാട്ടാന ശല്യത്തിന് പരിഹാരം ആവശ്യപ്പെട്ട് തോട്ടം തൊഴിലാളികൾ സമർപ്പിച്ച ഹർജിയിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ. വിഷയം സംബന്ധിച്ച് പഠിച്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി അമിക്കസ് ക്യൂറിയെ നിയോഗിച്ചു. 1910 ആരംഭിച്ച ഹാരിസൺ മലയാളം പ്ലാന്റേഷനിൽ 3 ഘട്ടം പ്ലാന്റിംഗ് പൂർത്തിയാക്കി കഴിഞ്ഞു. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കാടിറങ്ങുന്ന കാട്ടാനകളുടെ ശല്യത്താൽ ഭീതിയിലാണ് മേഖലയിലെ തോട്ടം തൊഴിലാളികൾ. കൂട്ടമായി എത്തുന്ന കാട്ടാനകൾ തോട്ടങ്ങളിൽ തമ്പടിക്കുന്നതോടെ തൊഴിലിടങ്ങളിലും താമസിക്കുന്ന പാടികളിലും കാലങ്ങളായി ഇവർ സുരക്ഷിതരല്ല. തങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണമൊരുക്കാത്ത വനംവകുപ്പിന്റെയും തോട്ടം ഉടമകളുടെയും അനാസ്ഥയ്ക്കെതിരെ തൊഴിലാളികൾ കോടതിയെ സമീപിക്കുകയായിരുന്നു. തോട്ടങ്ങൾക്ക് ചുറ്റും ട്രഞ്ച് നിർമ്മിക്കണമെന്നായിരുന്നു ഇവരുടെ ആവശ്യം. അതേസമയം ട്രഞ്ച് നിർമ്മാണം മണ്ണിടിച്ചിലിനും വെള്ളപ്പൊക്കത്തിനും കാരണമാകുമെന്നാണ് വനംവകുപ്പിന്റെ വിചിത്രവാദം. എന്നാൽ പ്ലാന്റേഷൻ ഇല്ലാതാക്കി ഭൂമി പിടിച്ചെടുക്കാനുള്ള വനംവകുപ്പിന്റെ അജണ്ടയാണ് ട്രഞ്ച് നിർമ്മാണത്തിന് എതിര് നിൽക്കുന്നതിലൂടെ വ്യക്തമാകുന്നതെന്ന് CITU യൂണിയൻ സെക്രട്ടറി PT ജോയ് പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ 4 വർഷക്കാലത്തിനുള്ളിൽ ഏതാണ്ട് 1 ലക്ഷത്തിൽ പരം തൈകളാണ് ആന വന്ന് നശിപ്പിച്ചത്. ഒരു ലക്ഷത്തിൽ പരം തൈകൾ എന്ന് പറയുമ്പോൾ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 10-30 കോടി രൂപയ്ക്ക് മുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് നഷ്ടപ്പെടുന്നു എന്നതിനേക്കാൾ ഉപരി ഏതാണ്ട് 200 ചില്ലാനും സ്ഥിരം തൊഴിലാളികളുടെ ഒഴിവാണ് അതുവഴി നഷ്ടപ്പെടുന്നത്. സർക്കാർ ഈ കാര്യത്തിനകത്ത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് ട്രഞ്ച് കീറിങ്ങിൽ മാത്രമാണ് ഇതിന് ശാശ്വത പരിഹാരം. ആന ഇറങ്ങുന്നതിന് മറ്റേത് പരിഹാരത്തിനേക്കാൾ ഉപരി ട്രഞ്ച് കീറുന്നതാണ്. കാരണം പ്ലാന്റേഷൻ തുടങ്ങിയത് 1910 ഏതാണ്ട് 135 വർഷക്കാലം പിന്നിടുമ്പോൾ ഞങ്ങളുടെ അനുഭവം എന്ന് പറയുന്നത് ട്രഞ്ച് കീറി പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആന ഇറങ്ങുന്നില്ല. അത് ട്രഞ്ച് കീറുന്നതിന് ഒരു തടസ്സമായി പറയുന്നത് ട്രഞ്ച് കീറിയാൽ വെള്ളപ്പൊക്കവും അതുപോലെ തന്നെ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാകുമെന്നാണ് വെള്ളിക്കുളം റേഞ്ചർ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത് അനുമതി കൊടുക്കാതെ വെച്ചിട്ടുള്ളതെന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. അത് തെറ്റായ ശാസ്ത്രീയമായ ഒരു പഠനത്തിന്റെയും ബലത്തിലല്ല അങ്ങനെ റിപ്പോർട്ട്. കാരണം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തന്നെ കേരളത്തിന്റെ പല ഭാഗത്തും ഇതുപോലെ ട്രഞ്ച് കീറാൻ അനുമതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ശാസ്ത്രീയമായ പഠനത്തിന്റെ ഭാഗമല്ല. അതുകൊണ്ട് ട്രഞ്ച് കീറാൻ അനുമതി കൊടുത്തുകൊണ്ട് ഈ പ്ലാന്റേഷനും ഇവിടുത്തെ തൊഴിലാളികളെയും സംരക്ഷിക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. കാട്ടാനയുടെ ആക്രമണത്തിൽ ഇതിനകം 1,10,000 റബ്ബർ തൈകൾ നശിച്ചു കഴിഞ്ഞു. ഇത് 200ഓളം പേരുടെ തൊഴിൽ നഷ്ടത്തിന് കാരണമാകും. ഈ സ്ഥിതി തുടർന്നാൽ ചുരുങ്ങിയ വർഷങ്ങൾക്കുള്ളിൽ പ്ലാന്റേഷൻ ഇല്ലാതാകും. ഇതോടെ തോട്ടം മേഖലയെ ആശ്രയിക്കുന്ന 1000ഓളം പേരുടെ തൊഴിൽ നഷ്ടമാകും. 2025 ഫെബ്രുവരിയിൽ തോട്ടം തൊഴിലാളികൾ സമർപ്പിച്ച ഹർജിയിൽ 2 തവണ വാദം കേട്ട ഹൈക്കോടതി വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ അമിക്കസ് ക്യൂറിയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. വനാതിർത്തിയിൽ ട്രഞ്ച് നിർമ്മിക്കുക മാത്രമാണ് വന്യജീവി ആക്രമണം തടയാനുള്ള ഏക പോംവഴി എന്നിരിക്കെ കോടതിയുടെ ഇടപെടൽ നടപടികൾ വേഗത്തിലാക്കുമെന്ന പ്രതീക്ഷയിലാണ് തോട്ടം തൊഴിലാളികൾ. കാടിറങ്ങുന്ന കാട്ടാനകളെ ഭയന്ന് ഭീതിയോടെയാണ് പാലപ്പിള്ളി കുണ്ടായി എസ്റ്റേറ്റിലെ ടാപ്പിംഗ് തൊഴിലാളികൾ കഴിയുന്നത്. വനാതിർത്തിയോട് ചേർന്ന് ട്രഞ്ച് നിർമ്മിക്കണമെന്ന ഇവരുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഇപ്പോൾ ഈ വിഷയത്തിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായതാണ് ഇവർക്ക് ആശ്വാസമാകുന്നത്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്.